നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, വന്ദേ ഭാരത് ട്രെയിനിൽ നിന്ന് കുട്ടികളെ കൊണ്ട് ഗണഗീതം പാടിച്ച് അത് വിവാദമായത്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മുടെ സുരേഷ് ഗോപി അണ്ണനോട് ഏഷ്യാനെറ്റ് ന്യൂസിലുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ആ ചോദ്യങ്ങൾക്ക് നമ്മുടെ സുരേഷ് അണ്ണൻ കൊടുത്ത മറുപടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ. അപ്പോൾ ഈ മാധ്യമ പ്രവർത്തകനോട് സുരേഷ് അണ്ണൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ട് നമുക്ക് മറുപടി പറയാനുണ്ട്. തലയും വാലുമില്ലാത്ത സംസാരമാണ് സംസാരിച്ചു കൊണ്ടുവരുന്നത്. ആന എന്ന് പറയുമ്പോൾ ചക്ക എന്ന് പറയുന്നു. തമാശ പറയുന്നില്ല. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും നമുക്ക് ഈ വീഡിയോയുടെ കുറച്ച് ഭാഗം കണ്ടിട്ട് സുരേഷ് ചേട്ടന് കുറച്ച് മറുപടി കൊടുക്കാനുണ്ട്. കണ്ടുതുടങ്ങാം. ഈ കുട്ടികളെ കൊണ്ട് ഗണഗീതം പാടിച്ചു എന്നുള്ളൊരു വിവാദം ഇതിന്റെ ഇടയിൽ ആരോപണം ദാറ്റ് വാസ് കല്ലുകടി പാടിപ്പിച്ചു എന്നൊക്കെ പറയുന്നതിനകത്ത് ദുരുദ്ദേശം ലോകത്തിന് മുഴുവൻ മനസ്സിലാവും. അത് അവരുടെ കൈ വെച്ചേക്കട്ടെ. ഇറ്റ് വാസ് സെലിബ്രേഷൻ ഓഫ് ദ ചിൽഡ്രൻ. കുട്ടികളെ കൊണ്ട് ട്രെയിനിൽ നിന്ന് ഗണഗീതം പാടിച്ചത് കുട്ടികൾക്ക് ഒരു സെലിബ്രേഷൻ ആയിട്ടാണ് തോന്നിയതെന്നാണ് അണ്ണൻ പറയുന്നത്. അണ്ണൻ പറയുന്നതല്ല അങ്ങനെ. പക്ഷെ കുട്ടികൾക്ക് അങ്ങനെ അറിയില്ലല്ലോ, ഇത് RSSന്റെ ശാഖയിൽ മാത്രം പാടുന്ന ഒരു പാട്ടാണ്, ഇതല്ലാതെ ദേശീയ ഗാനം പോലെയുള്ള ഗാനമൊന്നുമല്ല എന്ന് ഈ പാവം പിടിച്ച കുട്ടികൾക്ക് അറിയാൻ സാധ്യത കുറവാണ്. കാരണം രാജ്യസ്നേഹം തുളുമ്പുന്ന പാട്ടൊന്നല്ലല്ലോ RSSന്റെ ശാഖയിൽ മാത്രം കേട്ടുവരുന്ന ഒരു അപൂർവമായിട്ടുള്ള പാട്ട്. ഗണഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSS മാത്രം തലയിൽ വെച്ചിട്ട് നടക്കുന്ന ഒരു സോങ് ആണ്. അപ്പൊ അതേപോലുള്ള സോങ് കുട്ടികൾ എൻജോയ് ചെയ്ത് പാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം കുട്ടികളൊന്നില്ലെങ്കിൽ സംഖ്യകളുടെ മക്കളായിരിക്കും. അങ്ങനെ ആവാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. വന്ദേ ഭാരത് ട്രെയിനിൽ ഗണഗീതം എന്ന് പറയുന്ന ഗാനം ആലപിച്ചത് ഈ സംഖ്യകളുടെ മക്കളായിരിക്കും. അല്ലാതെ വിവരമുള്ള ആളുകളുടെ മക്കളൊന്നും ഇതേപോലത്തെ പാട്ടൊന്നും പാടിയിട്ട് പബ്ലിക്കായിട്ട് പോകില്ലല്ലോ. കാരണം ഹൈക്കോടതിയുടെ വിധിയുള്ളതാണ് പബ്ലിക്കായിട്ട് ഗണഗീതം പാടാൻ പാടില്ല എന്ന്. എന്നിട്ടും ട്രെയിനിൽ നിന്ന് ഇതേപോലെയൊക്കെ പാടിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ഹൈക്കോടതിയുടെ വിധിയുണ്ട്, പബ്ലിക്കായിട്ട് ഗണഗീതം പാടാൻ പാടില്ല എന്നുള്ള അറിവുണ്ടാവാൻ സാധ്യത കുറവാണ്. പക്ഷേ ആ സ്കൂളിലുള്ള പ്രിൻസിപ്പാൾ ഉണ്ടല്ലോ, ഒരു പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞിട്ടുള്ള റൂൾ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ഈ കോടതി വിധിയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവുമല്ലോ. അദ്ദേഹത്തിനെതിരെയാണ് നടപടി എടുക്കേണ്ടത്. കുട്ടികൾക്കെതിരെ നടപടി എടുത്തിട്ട് യാതൊരു കാര്യമില്ല. ഇത് കുട്ടികൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു. പക്ഷെ ആ പ്രിൻസിപ്പാൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് അറിവുണ്ടാവും. അദ്ദേഹത്തിനെതിരെയാണ് കേസെടുക്കേണ്ടത്. സംഗീതത്തിന് ഭാഷയില്ല, ജാതിയില്ല, മതമില്ല. അണ്ണാ, നിങ്ങളോട് ആരാണ് ഈ പൊട്ടത്തരം പറഞ്ഞു തന്നത്? സംഗീതത്തിന് ഭാഷയും ജാതിയും മതവും ഒന്നുമില്ല എന്ന്. ഭാഷയില്ലാതെ ഏത് പാട്ടാണുള്ളത്? ഓരോ പാട്ടിനും ഓരോ ഭാഷയാണ്. പിന്നെ പറഞ്ഞില്ലേ സംഗീതത്തിന് മതമില്ല എന്ന്. തീർച്ചയായിട്ടുണ്ട്. നിങ്ങളുടെ ഒരു പാട്ടുണ്ട്, RSSന്റെ ഒരു പാട്ട്, വെട്ടി തലകൾ കൊയ്യണം എന്നുള്ള പാട്ട്. ആ പാട്ട് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പച്ച വർഗീയത. സംഗീതത്തിനും മതവുമുണ്ട്, ഭാഷയുമുണ്ട്, ജാതിയുമുണ്ട്. മനസ്സിലായോ? We let them or they did it. We did not stop them. അല്ല സുരേഷ് ചേട്ടാ, നിങ്ങൾ ആരോടാണ് ഈ ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കുന്നത്? സ്കൂളിൽ പോകാത്ത പൊട്ടന്മാരായിട്ടുള്ള നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സംഖ്യകളോടോ? അവന്മാർക്ക് മനസ്സിലാവോ ഇതെന്താ ഈ പറയുന്നതെന്ന്? മനസ്സിലാവില്ല. അതുകൊണ്ട് മലയാളത്തിൽ പറഞ്ഞു കൊടുത്താൽ മതി. ഇംഗ്ലീഷുകാരുടെ നാട്ടിൽ പോയിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. ഇവിടെ മലയാളികളാണ് കൂടുതലുള്ളത്, അപ്പൊ മലയാളത്തിൽ സംസാരിക്കുക. പിന്നെ അത് തീവ്രവാദികളുടെ പാട്ടൊന്നും അല്ലല്ലോ. ഗണഗീതം തീവ്രവാദികളുടെ പാട്ടൊന്നും അല്ലല്ലോ എന്നാണ് ചോദിച്ചു കൊണ്ടുവന്നത്. സംശയിക്കാനുണ്ടോ? തീവ്രവാദികളുടെ പാട്ട് തന്നെയാണ്. കാരണം മറ്റുള്ള മതക്കാരെ മനുഷ്യനായിട്ട് കാണാതെ അവന്റെ മതം നോക്കി കാണുന്ന ആളുകളെ തീവ്രവാദികൾ എന്നല്ലാതെ വേറെന്താ പറയേണ്ടത്? അങ്ങനെയുള്ള ആൾക്കാരല്ലേ ഈ RSSകാര്. അപ്പൊ അവരുടെ പാട്ട് എന്ന് പറയുന്നത് തീവ്രവാദികളുടെ പാട്ട് പോലെ തന്നെയാണ്. സുരേഷ് ചേട്ടാ, തെറ്റിപ്പോയേട്ടാ. തീവ്രവാദികളുടെ പാട്ട് പോലെ തന്നെയാണ് ഈ ഗണഗീതം പോലെയുള്ള പാട്ടുകളൊക്കെ ഞങ്ങൾ കാണുന്നത്. കാരണം മനുഷ്യനായിട്ട് കാണുന്നില്ല. അപ്പൊ തീവ്രവാദികളായിട്ട് തന്നെ ഞങ്ങൾ കാണും. അവരുടെ പാട്ട് തീവ്രവാദികളുടെ പാട്ട് പോലെ തന്നെയാണ്. അത് തീവ്രവാദികളുടെ പാട്ടൊന്നും അല്ലല്ലോ. അല്ലാടാ, സുരേഷ് ചേട്ടന്റെ കൂടെ കുറെ ആൾക്കാരുണ്ട്. ഇതിന്റെ മുൻപ് ഒരു കോമഡി ഉണ്ടായിട്ടുണ്ട്. എന്റെ നെഞ്ചത്തോട്ട് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേക്കിൽ നിന്ന് കുറെ കൈമുട്ടും. ഇപ്പൊ ഇതാ തീവ്രവാദികളുടെ പാട്ടല്ല എന്ന് പറഞ്ഞപ്പോ തന്നെ വീണ്ടും കൈമുട്ടാണ്. ഇവന്മാരെ കൊണ്ട് കോമഡിയാണ്. അത് ആ കുഞ്ഞുങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു അവരുടെ സന്തോഷം, അത്രയേ ഉള്ളൂ. സെലിബ്രേറ്റ് ചെയ്യണ്ട എന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. പക്ഷെ ഗണഗീതം പോലുള്ള ഒരു പാട്ട് പബ്ലിക്കായിട്ട് വന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യണ്ട എന്നാണ് ഞങ്ങളെ പോലുള്ള ആളുകളൊക്കെ പറയുന്നത്. ഞങ്ങൾ പറയുന്നതല്ല, ഹൈക്കോടതി പറയുന്നതാണ്. ഹൈക്കോടതിയുടെ വിധിയെ പോലും ബഹുമാനിക്കാത്ത ഈ RSSകാരൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് അവരാണ് വിഷം കുത്തിവെക്കുന്നത്, അവരാണ് മറ്റു ചിന്തകൾ കുത്തിക്കയറ്റുന്നത്. അവരും ഇവരും എന്നല്ല വിഷം കുത്തിവെക്കുന്നത്. നിങ്ങളെ കൂട്ടത്തിലുള്ള കുറച്ച് വർഗീയവാദികളായിട്ടുള്ള ആളുകൾ ഒന്നും അറിയാത്ത കുട്ടികളുടെ മനസ്സിൽ വർഗീയ വിഷം കുത്തിവെക്കുന്നു. RSS ശാഖയിൽ പോകുന്ന കുട്ടികളുടെ മനസ്സിലൊക്കെ വർഗീയ വിഷം കുത്തിവെക്കുന്നു. നാട്ടുകാരൊന്നല്ല വിഷം കുത്തിവെക്കുന്നത്, അത് നിങ്ങൾ തന്നെയാണ്. മനസ്സിലാക്കുക. പകരം അത് ഉന്നയിച്ചവരില്ലേ? ഇയാളെ കൊണ്ട് കോമഡിയാ ബൈ. അത് ഉന്നയിച്ചവരില്ലേ? ഇതൊക്കെ സുരേഷ് ചേട്ടന്റെ മാത്രം സ്വന്തമായിട്ടുള്ള വാക്കുകളാണ്. ഉന്നയിക്കൽ വേറെന്തെല്ലാം ഉണ്ടല്ലോ. വളരെ പ്രക്ഷുബ്ധമായിട്ട് പറയുന്ന കാര്യമാണ്. ഇതെന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ഇങ്ങനെ കടിച്ചാ പൊട്ടാത്ത വാക്കുകളൊക്കെ സംസാരിക്കുന്നത്? ഇത് പണ്ടത്തെ രാജാക്കളൊക്കെ സംസാരിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു സംസാരം അല്ലേ? പ്രക്ഷുബ്ധമായി. ഇയാളെ കൊണ്ട് കോമഡിയാ ബൈ. എന്താണ് നിങ്ങൾ 60 വർഷമായിട്ട് ഈ SCക്കാരോടും അതുപോലെ തന്നെ കുമ്പാരികളോടും ചെയ്തുകൊണ്ടിരിക്കുന്ന വഞ്ചന അല്ലെങ്കിൽ തരം? അതാ സുരേഷ് ചേട്ടന്റെ ഉള്ളിലുള്ള കമ്മീഷണർ പുറത്തു വന്നിരിക്കുകയാണ്. പല ക്യാരക്ടർ ആയിരിക്കും. പല സമയത്തും ഒരു സമയത്ത് അഡ്വക്കേറ്റ് ആയിട്ട് വരും, മറ്റു സമയത്ത് കമ്മീഷണർ ആയിട്ട് വരും. ഇത് സിനിമ ക്യാരക്ടർ ഇതുവരെ വിട്ടിട്ടില്ല. അതിന്റെ ഒരു പോരായ്മ തന്നെയാണ് ഇപ്പൊ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അതൊക്കെയാണ് അഡ്രസ് ചെയ്യേണ്ടത്, അല്ലാതെ ഗണഗീതമല്ല. ഗണഗീതം അഡ്രസ് ചെയ്യുക തന്നെ ചെയ്യും. പബ്ലിക്കായിട്ട് ഗണഗീതം പോലുള്ള ഗാനങ്ങളൊക്കെ വന്നിട്ട് പാടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അന്വേഷിക്കും. അത് ചെയ്യാൻ പാടില്ല എന്ന് തന്നെ പറയും.
കാരണം ഞാൻ പറയുന്നതല്ല, ഹൈക്കോടതിയുടെ വിധിയുള്ളതാണ്. എന്നിട്ട് നിങ്ങളെ പോലുള്ള ആളുകൾ ഇതേപോലുള്ള സോങ്ങുകളൊക്കെ ഒന്നും അറിയാത്ത കുട്ടികളെ കൊണ്ട് വന്ദേ ഭാരത് പോലുള്ള ഒരു പൊതുസ്വത്തിൽ നിന്ന് പാടിച്ചതിൽ നിങ്ങൾക്കാർക്കും കുറ്റബോധം തോന്നില്ലേ? ഞങ്ങൾ പറയുന്നതല്ല, കോടതിയുടെ വിധിയുള്ളതാണ്. ഇതേപോലുള്ള പാട്ടൊന്നും പൊതുസ്വത്തിൽ നിന്ന്, അതായത് പബ്ലിക്കായിട്ട് പാടാൻ പാടില്ല എന്ന്. RSSന്റെ ശാഖയെ പാടിക്കോ, എന്തിനെ പാവ ഒന്നും അറിയാത്ത കുട്ടികളെ കൊണ്ട് പാടിപ്പിക്കുന്നത്? മനസ്സിലായോ? അപ്പോൾ ഇതിനെതിരെ എന്തായാലും സർക്കാർ നടപടി എടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. എന്തായാലും കുട്ടികൾക്കെതിരെ നടപടി എടുക്കാൻ പാടില്ല. ഇതിന് നേതൃത്വം കൊടുത്ത ഒരു പ്രിൻസിപ്പാൾ എന്ന് പറയുന്ന ഒരുത്തനില്ലേ, അവനെ വെറുതെ വിടാൻ പാടില്ല. നമ്മൾ വീട് നിർത്താണ്. ഇതിൽ നല്ല വീടായിട്ട് നമുക്ക് നാളെ മറ്റന്നാളായിട്ടും കാണാം. ബൈ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.